നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് എല്ലാം മാറ്റി പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടും സ്കിന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫേസ് പായ്ക്കാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരുടെ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളല്ലേ. അപ്പോൾ ഈ ഒരു ക്രീം, ഈ ഒരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റാക്കി നിർത്താനായിട്ടും സ്കിന്നിന് തിളക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ 40 വയസ്സ് കഴിഞ്ഞവരാണോ? തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള ഫേസ് പായ്ക്കുകൾ വീട്ടിൽ യൂസ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുകയും ചെയ്തുള്ളൂ. നമ്മൾ ആർക്കും ഇഷ്ടമല്ലല്ലേ, എല്ലാവർക്കും പ്രായം തോന്നുക എന്ന് പറഞ്ഞാൽ ഒരു സങ്കടമാണ്. എത്രയൊക്കെ എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എന്താണ് ഇനി ചുളിവുകളൊക്കെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും, എൻ്റെ മുഖത്ത് പ്രായമാകരുത്, എൻ്റെ സ്കിന്ന് നല്ലതായിട്ട്, മുഖത്തല്ല എൻ്റെ സ്കിന്ന് നല്ലതായിട്ടിരിക്കണം, എൻ്റെ ഹെയർ നല്ലതായിട്ടിരിക്കണം, ഞാൻ നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലേ. ആരും ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുക. ഒരു നല്ലൊരു മസാജും അതുപോലെ തന്നെ ഫേസ് യോഗകളും ഫേസ് പായ്ക്കുകളും ഒക്കെ മാറി മാറി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്തു പോവുക. ബോഡിയിലൊക്കെ നല്ല എണ്ണ തേച്ചുള്ള കുളിയും മസാജുകളും ഒക്കെ നമ്മുടെ സ്കിന്നെ യങ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. ഫേസ് മസാജൊക്കെ വളരെ നല്ലതാണ്. ഒരാൾ ചെയ്തു തരുവാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. എത്ര പ്രായമായാലും നമ്മൾ നല്ല രീതിയിൽ യങ് ആയിട്ട് തന്നെ ഇരിക്കാൻ സഹായിക്കുന്നു. അതുപോലുള്ള അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നുപോലെ കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ടൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബൗൾ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിനെ പറ്റി നിങ്ങൾക്ക് മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ചുളുങ്ങിക്കിടക്കുന്ന സ്കിന്നാണെങ്കിലും റിങ്കിൾസ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എന്താ പറയുക കോൺഫ്ലവർ. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഇപ്പോൾ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു സ്കിന്നിനെ യുവത്വം നിലനിർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്നു ബീട്രൂട്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മുടെ ഈവൻ ടു നല്ല സ്കിന്നിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഡിസ്കളറേഷനൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സണ്ണിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു ക്രീമും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്കിന്നിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ബീട്രൂട്ട് ഒത്തിരി നല്ലതാണ്. സ്കിൻ ടാൻ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറാൻ നല്ലതാണ്. സ്കിന്നൊരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ട് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മുടെ ബീട്രൂട്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇതിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം 2 ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ പാലാണ്. പാലിൽ നിന്ന് നമുക്കിതുപോലെ 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ടും പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടുമുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ പാലിനകത്തുണ്ട്. ടാൻ മാറി കിട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും ഒക്കെ പാൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് 3 കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അതായത് കുറച്ചുകൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ലൂസാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ലിക്വിഡ് നമ്മളതിനെ ലൂസാക്കി എടുത്ത ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഒരു ക്രീം പരുവത്തിൽ മാത്രമേ ആക്കിയെടുക്കാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. ഇനി ഒരു സാധനം കൂടെ നമ്മൾ മെയിൻ ഒരു സാധനം ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. നമുക്ക് ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രീമി ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം.
ഒരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു നമ്മൾ പെട്ടെന്ന് അടുപ്പിൽ വെക്കും, പെട്ടെന്ന് അങ്ങ് കുറുകും കേട്ടോ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇത്രയും കുറുകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ലൂസാക്കി എടുക്കുവാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും അങ്ങ് കുറുകണ്ട. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇതായി പോവും. കാരണം എൻ്റെ ഗ്യാസ് അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നല്ല തീയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇതാവും. ആയിട്ടൊരു ക്രീമി ആക്കി നമ്മൾ മുഖത്ത് തേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീമി ആക്കി എടുക്കാം. അത് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് നിർത്തിയേക്കണം, പിന്നെ ഇത്ര ആവത്തില്ല. പേടിക്കൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും പാലും ഒഴിച്ചൊന്ന് ക്രീമി ആക്കി എടുത്താൽ മതി. ഇത് കണ്ടോ, നല്ലതായിട്ട് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ മുഖം തിളങ്ങാനായിട്ടും ആ ഒരു മുഖത്തെ എന്താ പറയുക, ഒരുമാതിരി ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ സ്കിന്നൊക്കെ ഡ്രൈ സ്കിന്ന് മാറ്റാനായിട്ടും ചുണ്ടിൻ്റെ ഡ്രൈനെസ് മാറാനായിട്ടും ചുണ്ടിന് കളർ കൊടുക്കാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും നമ്മുടെ ഒരു ഗ്ലിസറിൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കാവുള്ളൂ എന്ന് മാത്രം ഫേസിലിടാൻ നേരത്തെ. അപ്പം ഞാനൊരു സ്പില്ലർ വെച്ചാണ് എടുക്കുന്നത്. ഒരു 4 ഡ്രോപ്സാണ് ഞാൻ ചേർക്കുന്നത്. 1 2 3 4 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട്. വരണ്ട ചർമ്മമുള്ള ആൾക്കാരൊക്കെ ഈ ഗ്ലിസറിന് പല പായ്ക്കുകളും ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വരണ്ട ചർമ്മം മാറാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു കേട്ടോ. ഈ വരണ്ട ചർമ്മമുള്ളവർക്കാണ് പെട്ടെന്ന് റിങ്കിൾസ് വരുന്നത്. നമ്മുടെ റിങ്കിൾസിനെ നന്നായിട്ട് തടയാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പം നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ ഗ്ലിസറിനൂടെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്ലിസറിനൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് 3-4 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിക്കകത്ത് ഇങ്ങനെ നന്നായിട്ട് നല്ലപോലെ കട്ടയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടെന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുപ്പിയിൽ ആവശ്യത്തിന് സ്പൂണിട്ട് മാത്രം എടുക്കുക. അതിനകത്ത് കൈ ഒന്നും തൊട്ട് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ആ ഒരു ഇത് മാറിപ്പോവും. കുപ്പിക്കകത്തിടുമ്പോൾ പിന്നെ കുപ്പിയുടെ സൈഡിലൊക്കെ പറ്റിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. അല്ലാതെ വെള്ളമൊന്നും വെച്ചിട്ട് കുപ്പിയുടെ മണ്ടയൊന്നും തുടയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. അതിന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ ഒന്ന് തുടച്ച് ഈ കുപ്പി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു 3-4 ദിവസത്തിന് തേക്കാനുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ വേണമെങ്കിൽ കുപ്പിക്കകത്ത് നിറച്ച് വേണം ഉണ്ടാക്കി വെക്കാം. പക്ഷെ ഒരു 3-4 ദിവസം വരെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം വേണ്ട നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ തേച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാം. നല്ല രീതിയിൽ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ബീട്രൂട്ടൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. ബീട്രൂട്ടിൻ്റെ നൈറ്റ് ക്രീം വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ കിട്ടും. ബീട്രൂട്ടിൻ്റെ സൺസ്ക്രീം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ നമുക്ക്, അതുകൊണ്ട് മിൽക്കിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഉള്ള ക്രീമുകളും വൈറ്റനിങ് ക്രീമുകളും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്താണ് കുഴപ്പം? അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്കിന്നിന് വേറെ പ്രശ്നമോ അലർജി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നല്ലേ. അപ്പം അതുപോലുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ ക്രീം ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഡോട്ട് ആൻഡ് ഗിയുടെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷ് എന്നല്ല, എനിക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ ചെറിയൊരു ഓയിലി സ്കിന്നൊക്കെയാണ്. അപ്പോൾ ഓൾ ടൈപ്പ് സ്കിന്നിനുള്ളതാണിത്. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തും വീഡിയോയിൽ ടാഗ് ചെയ്തും ഒക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ടാഗ് ചെയ്യുമ്പം അതിലൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക കുറച്ച് ഓഫർ കിട്ടും. കാര്യങ്ങളൊക്കെ ബൈ 1 get 1 ഫ്രീ ഓഫർ അങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പിന്നെ ഒരുപാട് ഫേസ് വാഷ് എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. ഇത്രയും എടുത്താൽ മതി കേട്ടോ. ഇത്രയും മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്യുക. അപ്പം ഞാനൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്യുക.
നല്ല രീതിയിൽ നമുക്ക് മുഖമൊന്ന്, കാരണം നമ്മൾ ഈ ഒരു പായ്ക്കിടുമ്പോൾ നമ്മുടെ മുഖത്ത് പൊടിപടലവോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണരുത്. സ്കിന്ന് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, എന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അവിടെ ഒന്നും ഞാൻ കഴുകുന്നില്ല, മുഖത്ത് മാത്രമേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എന്താണ്, 1 മിനിറ്റെങ്കിലും നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വിചാരിക്കും വേഗം തേച്ച് കഴുകുക എന്നുള്ളതല്ല ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിച്ച് കഴുകേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രീതിയിലുള്ള മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഫേസ് വാഷ് കഴിയുമ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എന്താ പറയുക ഫ്രഷ്നെസ് തോന്നിക്കും. അല്ലാതെ വെറുതെ ഫേസ് വാഷ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ സ്കിന്നിനകത്ത് അഴുക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു. ഇനി നമുക്കൊന്ന് മുഖം കഴുകുക. അപ്പം ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ. അപ്പം നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ മുഖത്തെ അഴുക്കുകളെല്ലാം നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതല്ലേ. എപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കുപ്പിക്കകത്ത്. എന്നിട്ട് നമ്മളൊരു ഉണക്ക, അതിപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് ആ പാകമാണ്, അതല്ലാതെ നമ്മൾ വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു സൈഡ് ഉപയോഗിച്ച് വേണം മാത്രം നമ്മളിതൊന്ന് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലോട്ടിങ്ങനെ തേക്കുക, കണ്ടേ, തേച്ച് പിടിപ്പിക്കുക. കണ്ടോ, നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് റിങ്കിൾസ് വരാനുള്ള കാരണവും അവരുടെ സ്കിന്ന് തന്നെയാണ്, ഡ്രൈ സ്കിന്നാണ്. അങ്ങനെയുള്ളവരൊക്കെ ഈ പായ്ക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ വേണ്ട നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം ഞാൻ കാണിച്ചു തരാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണിത് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ചക്കരകളെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തുടച്ച് മാറ്റുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്ത് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് തൊട്ടെടുക്കുക. അതിനുശേഷം 2 കൈയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റെങ്കിലും ഒന്ന് മസാജ് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതും കൂടെ ചെയ്യണം. ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്തായാലും ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. എനിക്ക് അങ്ങ് തൃപ്തിയാകുന്നില്ല തുടച്ചിട്ട്. നല്ലപോലെ കഴുകിയിട്ട് വരാവേ. മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മുഖം ഒന്ന് ഒപ്പിയെടുക്കാം. നല്ലൊരു എന്താ പറയുക സോഫ്റ്റ്നെസ് തോന്നിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തെ ആ ഒരു ടാൻ എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. നമ്മുടെ മുഖത്തെ ഇരുളുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും. പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു സൺ ടാനൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിങ്കിൾസിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റും. റിങ്കിൾസിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ സ്കിന്ന് നല്ല ടൈറ്റ് ആവാനായിട്ട്, നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും, എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല തിളക്കത്തോടുകൂടി ഒരു മോയ്സ്ചറായിട്ട്, അതായത് ഒരു ഇപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെന്താണ് ചുളിവുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിന്നുകാർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലവറൊക്കെ സ്കിന്ന് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ സ്കിന്ന് ടൈറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് കോൺഫ്ലവർ. അതുകൊണ്ട് നമ്മുടെ അങ്ങനെയുള്ളവർ അവരുടെ സ്കിന്ന് ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളവർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താ പറയുക പിന്നെ മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ ലൈറ്റ് മോയ്സ്ചറൈസർ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഡോട്ടാൻകിടെ ആയിരുന്നു, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ അതാണ് എടുക്കുന്നത് മോയ്സ്ചറൈസർ. അടിപൊളി മോയ്സ്ചറൈസർ, ഒന്നും പറയാനില്ല.
എന്നാൽ നമ്മുടെ മുഖത്ത് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. സ്കിൻ്റെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഓർക്കണം, ഇതെങ്ങനെയാണ്, ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, രാത്രിക്ക് മുമ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളിത് തേച്ചിട്ട് ഉടനെ ഇപ്പോൾ വെയിൽ കൊള്ളാൻ നിൽക്കരുത്. അപ്പോഴും നമ്മൾ രാത്രിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല റിപ്പയർ ചെയ്യും. നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഈ ക്രീം യൂസ് ചെയ്യുക. ഇതൊരു പായ്ക്കായിട്ടാണ് കേട്ടോ, പായ്ക്കായിട്ട് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ, നമുക്ക് മാറി ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്കിന്ന് ഏതാ സ്യൂട്ടാകുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ.